ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ മഞ്ജു. നോർത്തൺ അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വാഴപ്പൂ കൊണ്ടുള്ള ഒരു പക്കോടയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ 2 പീസ് ഇതിനകത്ത് മാറ്റണം. ഈ വെളിയിലിരിക്കുന്ന ഇതും അതുപോലെ അകത്തുള്ള ഈ കട്ടിയുള്ള തണ്ട്, ഇത് രണ്ടും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കൂമ്പിൻ്റെ ആ പൂവ് ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം പൂവ്, വാഴക്കൂമ്പ്, പിന്നെ ഇതുണ്ട്. ഇത് നമ്മൾ സാധാരണ തോരൻ വയ്ക്കാൻ ഇത്രയും ഭാഗമാണ് എടുക്കാറുള്ളത്. ഇത് വെച്ച് നമുക്കൊരു ദിവസം അച്ചാറും ഉണ്ടാക്കാം. അതുപോലെ ഈ ഭാഗങ്ങൾ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ചട്നിയും ഉണ്ടാക്കാം. ഒരു വാഴക്കൂമ്പിൻ്റെ ഒരു ഭാഗവും നമുക്ക് കളയാനില്ല. അപ്പോൾ പക്കോട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇത് കണ്ട് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗം. ഇനി ഞാൻ എടുത്തേക്കുന്നത് 2 സ്പൂൺ തൈര്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മോരും വെള്ളമാക്കി എടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ച തൈരിൽ വെള്ളം ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള മോരും വെള്ളം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പൂവിനെ ഇളക്കിയത് ഇട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കുതിർത്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ മോരും വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇത് 2 സ്പൂൺ മൈദമാവ്, ഇത് 1 ടീസ്പൂൺ കോൺഫ്ലവർ, കുറച്ച് ഉപ്പിടണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കായപ്പൊടി. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മോരും വെള്ളത്തിലിട്ടിരുന്ന പൂവിന് വെള്ളം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഇത് കുറേശ്ശെ ഈ ബാറ്ററിലേക്കിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല രീതിയിൽ ചൂടായി. ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഓരോ പൂവായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇതിനെ ഒന്ന് മറിച്ച് തിരിച്ചുവിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നിച്ചാക്കി പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ പക്കോടയെല്ലാം നല്ല വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൗണ്ടുണ്ട്. പക്കോടയെല്ലാം നമ്മളങ്ങനെ വറുത്തെടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. വേണ്ട നല്ല മൂത്ത് നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുകയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് വേണമെങ്കിൽ വയ്ക്കാം. ഇതിപ്പോൾ കണ്ടാൽ നമ്മുടെ നെത്തോലി വറുത്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. ചോറിന് സൈഡ് ഡിഷായിട്ടും വേണമെങ്കിൽ എടുക്കാം. അല്ലാതെ ചായയ്ക്ക് ഒരു സ്നാക്സ് ആയിട്ടും വേണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ കൂമ്പ് തോരൻ വെക്കുന്നതിന് മുമ്പിട്ട് ഏതായാലും ഇത് മാറ്റിക്കളയുന്ന ഭാഗമാണ്. ഇത് വെച്ച് ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. ഇതേപോലെയുള്ള നോർത്ത് ഇന്ത്യൻ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുകയും വേണം. ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.